വൈറ്റ് ഹൗസിന്റെ ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് ഓഫീസ് ഒരു പുതിയ നിയമത്തിന് അംഗീകാരം നൽകിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് H1B വിസകൾ നൽകുന്ന രീതിയിൽ മാറ്റം വരും. ബ്ലൂംബർഗ് ലോയുടെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. ഈ നിയമം ഉടൻ തന്നെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുതിയ നിയമത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും മുൻ ട്രംപ് ഭരണകൂടം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു രീതി ഇതിൽ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. അതായത് H1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോഴത്തെ രീതി ലോട്ടറി സമ്പ്രദായമാണ്. H1B വിസ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ടെക് കമ്പനികളാണ്. ഓരോ വർഷവും 85,000 വിസകളാണ് നൽകുന്നത്. എല്ലാ വർഷവും ഒരു ലോട്ടറി വെച്ചാണ് ആർക്കൊക്കെ വിസക്ക് അപേക്ഷിക്കാമെന്നത് തീരുമാനിക്കുന്നത്. 2021 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഒരു നിർദ്ദേശം വെച്ചിരുന്നു. H1B വിസകൾ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ 4 തട്ടുകളായി തിരിക്കുകയായിരുന്നു അത്. കഴിഞ്ഞ ട്രംപിന്റെ ഭരണകാലത്ത് ലോട്ടറി സമ്പ്രദായം മാറ്റി ശമ്പളത്തിന് മുൻഗണന നൽകുന്ന രീതി കൊണ്ടുവരാൻ ശ്രമിച്ചു. കൂടുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് ആദ്യ പരിഗണന നൽകുന്ന രീതിയിലായിരുന്നു അത്. ബൈ അമേരിക്കൻ ഹയർ അമേരിക്കൻ എന്ന നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. അതായത് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കുക, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുക. കൂടുതൽ കഴിവുള്ള, കൂടുതൽ ശമ്പളം വാങ്ങുന്ന വിദേശ തൊഴിലാളികൾക്ക് H1B വിസ നൽകുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ബൈഡൻ ഭരണകൂടം 2021 ഈ നിയമം പിൻവലിച്ചു. കാരണം ഇതിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു. 1000-ലധികം ആളുകൾ ഈ മാറ്റത്തെ വിമർശിച്ചു. ഇത് വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ശമ്പളത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ കോടതി തടഞ്ഞു. H1B വിസയ്ക്ക് വേണ്ടിയുള്ള കുറഞ്ഞ ശമ്പളം കൂട്ടാനും ഏതൊക്കെ ജോലികൾക്ക് ഈ വിസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ നിയന്ത്രണം വയ്ക്കാനും നേരത്തെ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ കോടതി ഇത് തടഞ്ഞു. ഇപ്പോഴത്തെ അംഗീകാരം സൂചിപ്പിക്കുന്നത് H1B വിസ നൽകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ വീണ്ടും ശ്രമിച്ചേക്കാമെന്നാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H1B വിസ പ്രോഗ്രാമിനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. അമേരിക്കൻ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിന് വിദേശികളെ നിയമിക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചില കമ്പനികൾ അമേരിക്കൻ ജീവനക്കാരെ മാറ്റി കുറഞ്ഞ ശമ്പളമുള്ള വിദേശികളെ നിയമിക്കുന്നു. ഇത് അമേരിക്കയിലെ തൊഴിലാളികളെ ഇല്ലാതാക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ ജോലികളും ശമ്പളവും സംരക്ഷിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പുതിയ ശമ്പള അടിസ്ഥാനത്തിലുള്ള രീതി എങ്ങനെയെന്ന് നോക്കാം. പുതിയ നിയമമനുസരിച്ച് തൊഴിലാളികളുടെ ശമ്പളത്തെ 4 തട്ടുകളായി തിരിക്കും. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആണ് തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളവർക്ക് ആദ്യ പരിഗണന നൽകും. ലെവൽ 4 ഏറ്റവും ഉയർന്ന ശമ്പളം, ഇവർക്കാണ് ആദ്യ പരിഗണന. ലെവൽ 3 ശരാശരി ശമ്പളം. ലെവൽ 2 34th പെർസെൻറ്റേജിൽ. ലെവൽ 1 ഏറ്റവും കുറഞ്ഞ ശമ്പളം, ഇവർക്ക് ഏറ്റവും കുറഞ്ഞ പരിഗണനയുണ്ടാകും. ആദ്യം ലെവൽ 4-ലുള്ള എല്ലാവരെയും തിരഞ്ഞെടുക്കും. ബാക്കി വിസകളുണ്ടെങ്കിൽ ലെവൽ 3-ൽ ഉള്ളവരെ പരിഗണിക്കും. വീണ്ടും വിസകൾ ബാക്കിയുണ്ടെങ്കിൽ ലെവൽ 2-ലുള്ളവരെ തിരഞ്ഞെടുക്കും. അവസാനം ലെവൽ 1-ലുള്ളവരെ പരിഗണിക്കും. ഓരോ ശമ്പള തട്ടിലും കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ അവിടെ മാത്രം ലോട്ടറി നടത്തും. H1B വിസ കിട്ടുന്നവരിൽ 70% ഇന്ത്യക്കാരാണ്. ഏകദേശം 2,07,000 വിസകൾ 2024 ഇന്ത്യക്കാർക്ക് ലഭിച്ചു. പുതിയ നിയമം ഇന്ത്യക്കാർക്ക് ഗുണകരവും ദോഷകരവുമാകാം. വലിയ കമ്പനികളിലെ ഉയർന്ന ശമ്പളമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്കും ടെക് വിദഗ്ധർക്കും ഇത് ഗുണം ചെയ്യും. PhD ഉള്ളവർക്കും ഗവേഷകർക്കും, അതായത് ലെവൽ 3-4 ശമ്പളം വാങ്ങുന്നവർ, ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികളിലെ ഉയർന്ന ശമ്പളമുള്ള ജീവനക്കാർക്കും ഇത് ഉപകാരപ്രദമാകും. US യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുതിയതായി പഠിച്ചിറങ്ങിയവർക്കും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് ദോഷകരമാകും. OPTയിലുള്ള ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. കുറഞ്ഞ ശമ്പളം നൽകുന്ന കൺസൾട്ടിംഗ് കമ്പനികളിലെ ജീവനക്കാർക്കും ദോഷകരമാകും. ചെറിയ പട്ടണങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ശമ്പളം കുറവായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.